കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. അവിടെ ഇപ്പോൾ വലിയ കുടുംബപ്പോര് നടക്കുകയാണ്. കുടുംബപ്പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSFും KSUവും തമ്മിലുള്ള വലിയ അടി നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFിന്റെ എല്ലാ വാദങ്ങളും തള്ളുകയാണ് KSU. ചെയർമാൻ സ്ഥാനത്തേക്ക് KSU മത്സരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. കാലങ്ങളായി ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് KSU ആണെന്നും ഇത്തവണ MSFിന് നൽകാമെന്ന ഒരു ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്നുമാണ് KSUവിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം MSFുകാർ പറഞ്ഞിരുന്നത് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇത്തവണ MSF മത്സരിക്കാം എന്ന ധാരണ ഇരുവരും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു. KSU അത് തെറ്റിച്ചു എന്നായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ധാരണയെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ KSU പറയുന്നത്. PV കുട്ടൻ തന്നെയാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുക. ഇന്ന് കോഴിക്കോടൊന്നും വാർത്തയുടെ ഒഴുക്കാണല്ലോ കുട്ടൻ. ഇന്ന് കോഴിക്കോടൊന്നും വാർത്തയുടെ വലിയ ഒഴുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകൾ. എന്താണിപ്പോൾ സംഭവിക്കുന്നത്? MSFും KSUവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് പോവുകയാണോ? മനു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഈ മാസം നടക്കാൻ വേണ്ടി പോവുകയാണ്. 22-ാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നോടിയായി UDSF, അതായത് MSFും KSUവും ഒന്നിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ സാധാരണയായി നേരിടാറുള്ളത്. കോളേജ് തലത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും KSU MSFും പരസ്യമായ പോരിലേക്ക് എത്തുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ MSFിൻ്റെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്, ഇന്നലെ എന്നല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി MSFിൻ്റെ നേതാക്കൾ പറയുന്നത്, ഇത്തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനം തങ്ങൾക്ക് നൽകാമെന്ന് KSU നേരത്തെ തന്നെ വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ ആ ധാരണയിൽ നിന്നും ഏകപക്ഷീയമായി KSU പിന്നോട്ട് പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നോമിനേഷൻ ഘട്ടത്തിൽ KSU ചെയർമാൻ സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകി. അതോടൊപ്പം തന്നെ MSFും നോമിനേഷൻ നൽകിയിരുന്നു. നോമിനേഷൻ പിൻവലിക്കേണ്ട തീയതി കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. പക്ഷേ ഈ രണ്ട് സംഘടനകളും ഈ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള നോമിനേഷൻ പിൻവലിച്ചിട്ടില്ല. MSF പറയുന്നത് യൂണിവേഴ്സിറ്റിക്കകത്തെ UUCമാരുടെ, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരുടെ എണ്ണത്തിൽ തങ്ങൾക്ക് വലിയ മേൽക്കൈയുണ്ട്. അതായത് MSFന് വലിയ മേൽക്കൈയുണ്ട്. KSUവിന് നിസ്സാരമായ സീറ്റുകൾ മാത്രമാണുള്ളത്, നിസ്സാരമായ കൗൺസിലർമാർ മാത്രമാണുള്ളത്. അതുകൊണ്ട് ഇത്തവണ തങ്ങൾക്ക് ചെയർമാൻ സ്ഥാനം വേണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ MSF ഉയർത്തിയ മറ്റൊരു കാര്യം, കുസാറ്റിലെ തെരഞ്ഞെടുപ്പിനകത്ത് സഖ്യമായി മത്സരിക്കാമെന്നുള്ളതായിരുന്നു. ഷാഫി പറമ്പലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലുണ്ടായ ധാരണ. എന്നാൽ ആ ധാരണ പൊളിച്ചുകൊണ്ട് KSU ഏകപക്ഷീയമായി മത്സരിക്കുന്നു. ആ ഘട്ടത്തിൽ VD സതീശനും K സുധാകരനും, അന്നത്തെ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും MSF നേതാക്കൾ നൽകിയ കത്തുൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിനകത്ത് KSUവിൻ്റെ ഈ അവഗണനക്കെതിരെ വളരെ ശക്തമായ ഭാഷയിലാണ് MSFിൻ്റെ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടിയ ഘട്ടത്തിലാണ് KSU നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്, അത്തരത്തിലൊരു ധാരണയും ഇതുവരെയും ഉണ്ടാക്കിയിട്ടില്ല. കാലങ്ങളായി, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ KSU ആണ് ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാറുള്ളത്. ഈ MSFിൻ്റെ കൗൺസിലർമാരുടെ ആധിപത്യമുണ്ട് എന്നൊക്കെ പറയുന്നത് അത് KSUവിൻ്റെ കൂടെ സഹായത്തോടു കൂടിയാണ്. അതിനകത്തുള്ള വിശദീകരണം എന്നുള്ളത്, കോളേജിനകത്ത് UDSF മത്സരിക്കുമ്പോൾ KSUവും MSFും സഖ്യമായി മത്സരിക്കുമ്പോൾ ചെയർമാൻ സ്ഥാനം KSUവിന് നൽകും. അതായത് കോളേജ് യൂണിയൻ ചെയർമാൻ സ്ഥാനം KSU എടുക്കും, കൗൺസിലർ സ്ഥാനം MSFിന് നൽകും. അങ്ങനെയാണ് MSFിന് അത്തരത്തിലൊരു ഈ കൗൺസിലർമാരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനമുണ്ടായിരിക്കുന്നത്. അല്ലാതെ MSFിൻ്റെ സംഘടനാ മികവ് കൊണ്ടല്ല എന്നുള്ളതാണ് KSUവിൻ്റെ വാദം. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്ത് ചെയർമാൻ സ്ഥാനം KSU തന്നെയാണ് മത്സരിക്കുന്നത്. ഇത്തവണയും KSU മത്സരത്തിൽ ഉറച്ചു നിൽക്കും. KPCC നേതൃത്വം ഉൾപ്പെടെ അതിന് മൗനാനുവാദം നൽകി എന്നുള്ള രീതിയിലാണ് KSUവിൻ്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ KSU നേതാക്കൾ പറയുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനം MSFിനാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയിരുന്നു, അത് MSFിന് വേണ്ടി പിൻവലിച്ചു. അതോടൊപ്പം തന്നെ വൈസ് ചെയർമാൻ, ലേഡി വൈസ് ചെയർമാൻ സീറ്റുകൾ, അതോടൊപ്പം തന്നെ കോഴിക്കോട്ട്, വയനാട്, മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയുള്ള ഒരു വലിയ പദവികൾ ഇത്തരത്തിൽ MSFിന് നൽകുന്നുണ്ട്. അതുകൊണ്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് ഒരു കാരണവശാലും തങ്ങൾ പിൻവാങ്ങില്ല. KSU തന്നെ മത്സരരംഗത്ത് തുടരുമെന്നുള്ളതാണ് KSU നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ, അതായത് KSUവിൻ്റെയും MSFിൻ്റെയും അണികൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ പരസ്യമായ ഒരു പോരിലേക്ക് വരുന്നു. രണ്ട് നേതൃത്വവും മത്സരരംഗത്തും പിൻവാങ്ങാതെ നിന്നാൽ അത് വലിയ രീതിയിലുള്ളൊരു ആഭ്യന്തര പ്രശ്നമായി മാറും. UDSFിനകത്ത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. മനു.